മുന്നിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുറന്ന് സ്നേഹവും നന്മയും സാഹോദര്യവും മാത്രം കണ്ടെത്തുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ക്രിസ്തുമസ് വന്നെത്തിയിരിക്കുകയാണ്. നക്ഷത്രങ്ങൾ കൂടുകൂട്ടിയ കുളിരുള്ള ആ രാത്രിയിൽ പുൽക്കൂടിന് ചുടേറ്റി പിറന്ന ഉണ്ണി യേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും വരവേൽക്കുന്ന ദിവസം. രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ജനന തിരുനാൾ ലോകമെമ്പാടും തലമുറകൾ തോറും ആഹ്ലാദപൂർവ്വം ആഘോഷിക്കുന്ന തിരുനാളാണ്. ആ ജനനം ഒരു കാലഘട്ടത്തിന്റേതോ ഒരു തലമുറയുടേതോ എന്നതിനപ്പുറം മനുഷ്യരാശിയുടെ ചരിത്രത്തിലേക്ക് കാലാധിവർത്തിയായി കടന്നു വരുന്ന ദൈവ പദ്ധതിയുടെ മനുഷ്യരൂപമാണ്. കണ്ണീരൊഴുക്കി ജീവിക്കുന്ന മക്കൾക്ക് നിത്യമായ സൗഖ്യവും പ്രതീക്ഷയുമാണ് പുൽക്കൂട്ടിൽ പൂജാതനായ ഉണ്ണിയേശു. നമ്മളെല്ലാവരും ഉണ്ണീശോയുടെ വരവിനായി കാത്തിരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനവും 2000 വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ വരവിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു. അടിമത്തത്തിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും അവരെ രക്ഷിക്കുവാനായി ഒരു രക്ഷകൻ ഭൂമിയിൽ അവതരിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനകൾക്കും കാത്തിരിപ്പിനും ഉത്തരമായി അവൻ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പൂജാതനായി. പക്ഷെ ഇസ്രായേൽ ജനത്തിന്റെ സങ്കല്പങ്ങളെ തകിടം മറിച്ചുകൊണ്ട് അവൻ പിറന്നത് ഒരു കാലിത്തൊഴുത്തിലായിരുന്നു. ഒരു കൊട്ടാരത്തിൽ വന്ന് പിറക്കുവാൻ യോഗ്യനായിരുന്നിട്ടും അത് വേണ്ടെന്ന് വെച്ച് ഒരു തൊഴുത്ത് തന്റെ പിറവിക്കായി തിരഞ്ഞെടുത്തതിന്റെ പിന്നിലുണ്ട് വലിയ ത്യാഗത്തിന്റെ കഥ. എന്നാൽ ഈശോ ഇന്ന് പിറക്കുന്നത് വെറും ഒരു കാലിത്തൊഴുത്തിലല്ല, അവിടുത്തെ വരവിനായി പ്രാർത്ഥനയോടെ ഒരുങ്ങി കാത്തിരിക്കുന്ന കുഞ്ഞു മനസ്സെന്ന കാലിത്തൊഴുത്തിലാണ്. ക്രിസ്തുമസ് ആഘോഷിക്കുന്നതും പങ്കുവയ്ക്കുന്നതും യേശുക്രിസ്തുവിന്റെ ജനനം മാത്രമല്ല, യേശുവിന്റെ ജീവിതം നമ്മെ പഠിപ്പിച്ച നന്മയുടെ പാഠങ്ങളായ സ്നേഹവും സാഹോദര്യവും അതിലുപരി മനുഷ്യത്വവുമാണ്. അതിനാൽ ജാതിമത വേർതിരിവുകളില്ലാതെ ചുറ്റുമുള്ളവർക്കും ക്രിസ്തുമസിന്റെ സന്ദേശം പകർന്നു നൽകി കുഞ്ഞു മനസ്സെന്ന കാലിത്തൊഴുത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കാം. ആഡംബരതയാൽ നിറഞ്ഞ് പേരിനും പ്രശസ്തിക്കും സുഖത്തിനും വേണ്ടിയാകരുത് ക്രിസ്തുമസ് ആഘോഷം. മറിച്ച് 2000 വർഷങ്ങൾക്ക് ശേഷവും മനുഷ്യ മനസ്സുകൾ സ്തുതിയോടെ വാഴ്ത്തുന്ന ആ രക്ഷകൻ നമ്മുടെ ഉള്ളിൽ പിറക്കാൻ പോകുന്നു എന്ന ചിന്തയോടെ, പ്രാർത്ഥനയോടെ, ആകാംക്ഷയോടെ നമുക്ക് ഒരുങ്ങിയിരിക്കാം. എല്ലാവർക്കും ക്രിസ്തുമസിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് മിഷേൽ.